എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, RRB ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സിലബസിന്റെ ഒരു അനാലിസിസ്, അതായത് ആ സിലബസിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ ടോപ്പിക്സ് ആണുള്ളത്, ഹൈ വെയിറ്റേജ് ഏരിയസ് എന്തൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന KCB സബ് എഞ്ചിനീയർ എക്സാമിന്റെ ഇതിനു മുമ്പത്തെ സിലബസ്, ഈ രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവും. കാരണം പല കുട്ടികളും RRB ജൂനിയർ എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ചിലപ്പോൾ KCB സബ് എഞ്ചിനീയർ ആയിരിക്കും. അതുപോലെ തന്നെ KCB സബ് എഞ്ചിനീയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞുകൊണ്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ സിലബസ് ഡിഫറൻസ്, നമുക്ക് എത്രത്തോളം എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും, ഇത് ഒരുമിച്ച് പഠിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഞാൻ പ്രധാനമായി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് ടോപ്പിക് വൈസ് അനാലിസിസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന്. ഇനി എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പരീക്ഷകളും നിങ്ങൾ എഴുതുക. അത് മാത്രമല്ല, നിങ്ങൾ ഈ പഠിക്കുന്ന കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിക്കലിലെ കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അതിലെല്ലാം വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഒരൊറ്റത്തവണ മര്യാദയ്ക്ക് വൃത്തിയായി കോൺസെപ്റ്റ് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ഇലക്ട്രിക്കലിന്റെ സിലബസും അതിനോടൊപ്പം തന്നെ KCB സബ് എഞ്ചിനീയറിന് ചോദിക്കുന്ന ഇലക്ട്രിക്കലിന്റെ സിലബസും തമ്മിലൊരു കമ്പാരിസൺ നടത്തി അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഹൈ വെയിറ്റേജ് ഏരിയാസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് KCB സബ് എഞ്ചിനീയർ മാത്രം പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ RRB JEEക്ക് വേണ്ടി മാത്രം പഠിക്കേണ്ടത്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാവും, സബ്ജക്ട് വൈസ് വെയിറ്റേജ് പറയുന്നുണ്ടാവും. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിലബസ് വരുമ്പോൾ ഓരോ മോഡ്യൂളായി സിലബസിനെ ഭാഗിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും 10 മോഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ആ 10 മോഡ്യൂളിലും കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഓരോ മോഡ്യൂളിലും 10 മാർക്ക് വെച്ചാണ് സാധാരണഗതിയിൽ വരാറ്. ഏറെക്കുറെ ഒരു 99% ആ രീതി ഫോളോ ചെയ്ത് തന്നെ, അതായത് 10 മാർക്ക് എന്ന് പറയുമ്പോൾ ആ മോഡ്യൂളിൽ നിന്ന് 10 മാർക്ക് തന്നെയാണ് വരിക. ചിലപ്പോൾ അത് 11 മാർക്കോ ചിലപ്പോൾ 9 മാർക്കോ ആയിട്ടൊക്കെ മാറാം. അതായത് 1 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് വരാറുള്ളൂ. അതാണ് കേരള PSCയിൽ ഇപ്പോൾ നടക്കുന്ന ടെക്നിക്കൽ എക്സാംസിന്റെ ഒരു പൊതുവേ ഉള്ള സിലബസിന്റെ സ്വഭാവം. അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇനി നമ്മളുടെ RRB ജൂനിയർ എഞ്ചിനീയർ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. കാരണം നമുക്ക് ഒരുപാട് ഒരു സബ് ടോപ്പിക്സ് ഉണ്ട്. നമ്മളൊരു 18ഓളം സബ് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിൽ തന്നെ നമുക്ക് കോർ ടോപ്പിക്സിൽ വെയിറ്റേജ് കൂടുതൽ വരുന്ന സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ടോപ്പിക്സ് പഠിക്കേണ്ടി വരും. ബാക്കി ചില ടോപ്പിക്സിൽ നിന്നൊക്കെ ചില ഷിഫ്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും, ചില ഷിഫ്റ്റുകളിൽ ആവറേജ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചില ഷിഫ്റ്റുകളിൽ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റേജ് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, RRB JEEക്ക് വേണ്ടി പഠിക്കാനായിട്ട്. ഏറെക്കുറെ ഒരു 90% സിലബസും സെയിം തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു 10% സിലബസ്, ഞാനിത് വെറുതെ എന്നാൽ 10 ഇരിക്കട്ടെ 90 ഇരിക്കട്ടെ എന്നുള്ളതല്ല, വിത്ത് ഫാക്ട്സ്, വിത്ത് സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ മൈക്രോ ടോപ്പിക്സ് ഉൾപ്പെടെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നതും 2019 2024 നടന്ന എല്ലാ ഷിഫ്റ്റുകളും വെച്ചിട്ടാണ് ഞാനിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയും ക്ലാരിറ്റിയും ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുന്നു. KCB ഒൺലി ടോപ്പിക്സ്, അതായത് കേരള PSC ഡിപ്ലോമ ലെവൽ എക്സാംസിന് മാത്രം ചോദിക്കുന്ന ടോപ്പിക്സ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ഡിഫിക്കൽട്ടി ലെവലും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഏറെക്കുറെ വലിയ പ്രസക്തമല്ല. കാരണം ഏത് എക്സാം ആയിക്കോട്ടെ, RRB JEE ആയിക്കോട്ടെ, SSC JEE ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, KCB സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇവിടെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറെക്കുറെ ഒരേ സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ പണ്ട് നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡയറക്റ്റ് ആണ്, വൺ വേർഡ് ആണെന്ന് പറയാം. അല്ല, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അനാലിസിസ് വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലായിടത്തും വന്നു. അതായത് പഠിക്കുമ്പോൾ വൃത്തിയായി ഒരു ഒറ്റത്തവണ പഠിച്ചാൽ ഈ പരീക്ഷകളെല്ലാം എഴുതാം. അല്ലെങ്കിൽ ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിയും നിങ്ങൾ അവിടെ ലക്ക് ഉണ്ടെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും എളുപ്പമായിരിക്കും മാർക്ക് അല്ലെങ്കിൽ റാങ്കിലേക്ക് വരാനോ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് കിട്ടാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കളക്റ്റീവായി കോംപ്രിഹെൻസീവായി വൃത്തിയായി പഠിക്കുക. ആ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾ വെള്ളം ചേർക്കാതിരിക്കുക. വരുന്ന എല്ലാ എക്സാംസും ഈ പറയുന്ന ഒറ്റ പ്രിപ്പറേഷൻ കൊണ്ട് എഴുതാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സിലബസിൻ്റെ അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ ചെയ്തിട്ടില്ല. അതായത് കഴിഞ്ഞ 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മൊത്തം സിലബസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് സബ് ടോപ്പിക്സ് ആക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ ഫുൾ, അതായത് ഇതിൽ നമുക്കൊരു എല്ലാ എക്സാംസിനും, അതായത് കണ്ടോ, കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിന്, ഡിപ്ലോമ ലെവൽ എക്സാംസിന്, IT ലെവൽ എക്സാംസിന്,
RRB JEE SSC JEE എക്സാംസിന് ചോദിക്കുന്ന അതായത് ഇവിടെ ഈ ടോപ്പിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ എക്സാംസിനാണ് ഇത് ഉണ്ടാവുക, ആ എക്സാംസിന് ഈ ടോപ്പിക് ഉണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതുമൊന്നും വേണ്ട, ഇതിന്റെ ഫുൾ ഇതും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫുൾ ടോപ്പിക്സും ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സ്, ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിലുള്ള നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പവർ സർക്കിൾ എന്ന പേരുള്ള സ്റ്റഡി ഗ്രൂപ്പാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ക്യൂ കാർഡ്സ് ആയിക്കോട്ടെ, ഷോർട്ട് നോട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കേരള PSC PYQ ബുക്ക്ലെറ്റ് ആയിക്കോട്ടെ, ഏറ്റവും ടഫായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെയൊക്കെ ആൻസേഴ്സ് അടങ്ങുന്ന കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അടങ്ങുന്ന ബുക്ക്ലെറ്റുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഇതുവരെയും അതിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അത് പിന്നെ മാത്രമല്ല അതിൽ എല്ലാ ദിവസവും ഡെയിലി ക്വിസസ്, എല്ലാ വീക്ക് ഡേയ്സിലും ഡെയിലി ക്വിസസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ട്രാക്കിലാക്കാൻ നിങ്ങൾ വളരെയധികം സഹായിക്കും. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ KCB സബ് എഞ്ചിനീയർ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് തന്നെ, കാരണം ഇവിടെ ഡിപ്ലോമ ലെവൽ എഴുതിയിട്ടുണ്ടെങ്കിലും KCB സബ് എഞ്ചിനീയർ കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരുപാട് പേരുടെ ഡ്രീം ജോബ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് സെപ്പറേറ്റ് ഒരു കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ ഈ ടോപ്പിക്സ് എല്ലാം ഞാനിത് ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് ആ സ്റ്റഡി ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത് RRB JEE KCB സബ് എഞ്ചിനാണ്. ഞാൻ അടുത്തടുത്ത് ഇട്ടേക്കുന്ന തന്നെ നിങ്ങൾക്ക് കമ്പാരിസൺ എളുപ്പത്തിന് വേണ്ടിയാണ്. ഏറെക്കുറെ കോമൺ ആണ് ഇത്രയും ടോപ്പിക്സ്. ഇനി ഇതിൽ വരാത്തത്, ഇപ്പോൾ RRB JEE-ലും SSC JEE-ലും വരാത്തൊരു ടോപ്പിക്, പ്രധാന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. അത് പക്ഷേ KCB സബ് എഞ്ചിന് നല്ല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ പവർ ഇലക്ട്രോണിക്സ് ഇപ്പോൾ കാര്യമായിട്ട് RRB-ൽ ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മളുടെ PNPN ഡിവൈസസ്, SCRs, ട്രയാക്ക്, അതുപോലെ ഇൻവേർട്ടേഴ്സ്, അങ്ങനെ ചോപ്പേഴ്സ്, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ ഇതുവരെയും വന്നിട്ടില്ല, വന്നുകൂടായികയില്ല. ഇപ്പം കാരണം അതിലും ഔട്ട് ഓഫ് സിലബസ് ഒന്നും റിമൂവ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും കൂടി KCB സബ് എഞ്ചിനീയറിന് പഠിക്കുമ്പോൾ അതും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ RRB JEE എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ആണ്. കാരണം നിങ്ങൾക്ക് അത് ആ ഒറ്റ പഠിത്തത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് പോകും. ഇനി RRB JEE-ക്ക് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുള്ളെങ്കിൽ എന്താ, ആ ടോപ്പിക്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. KCB സബ് എഞ്ചിനീയർ വരുമ്പോൾ അത് പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അടുത്ത സെറ്റ് ഓഫ് ടോപ്പിക്സ് ഉണ്ടോ, ബേസിക് ഇലക്ട്രോണിക്സ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന രണ്ടിനും കോമൺ ആണ്. പിന്നെ KCB സബ് എഞ്ചിനീയറിന് മാത്രം വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് OP AMP, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, ഇലക്ട്രിക് ഡ്രൈവ്സ് ഒക്കെ ഈ പറയുന്ന സബ് എഞ്ചിനീയറിന് മാത്രമാണ്. അതൊന്നും തന്നെ RRB-ക്ക് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ചിലപ്പോഴൊക്കെ ചില ഷിഫ്റ്റിൽ ഒന്നോ രണ്ടോ ചോദ്യം ഇത് മൊത്തത്തിൽ നിന്ന് വരുന്നേ ഉള്ളൂ. സമയമില്ലാതെ പഠിക്കുന്നവരാണ്, കാരണം നിങ്ങൾക്ക് RRB JEE-ൽ നോൺ ടെക്നിക്കലും കൂടെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെ RRB JEE-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തില്ല, നമുക്ക് RRB JEE ആണെങ്കിലും ഡിപ്ലോമ ലെവൽ ഏത് എക്സാം ആണെങ്കിലും, അതായത് സബ് എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് അവിടെ കൺട്രോൾ സിസ്റ്റം സിഗ്നൽസ് ഒന്നും തന്നെ പഠിക്കാനില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുക, ഇപ്പം നമ്മുടെ പവർ പ്ലാന്റ്സ്, അതായത് ഞാനിതിവിടെ മൈക്രോ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒന്നും തന്നെ നമുക്ക് RRB JEE-യുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുന്ന് ഇവിടുന്നും ഷിഫ്റ്റിലൊക്കെ ഒരു ക്വസ്റ്റനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സബ് എഞ്ചിനീയറിന് അത് പഠിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെയും എന്താണ് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഇവിടെയും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയമില്ലാതെ പഠിക്കുന്നവരാണെങ്കിൽ കോർ ടോപ്പിക്സ്, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സും അതുപോലെ തന്നെ നമുക്ക് RRB JEE-ക്ക് മാത്രമുള്ള ടോപ്പിക്സും മാത്രം എന്ത് ചെയ്യുക, RRB JEE-ക്ക് വേണ്ടി പഠിച്ചിട്ട് പോവുക. സബ് എഞ്ചിനീയർ വരുമ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ കോർ ടോപ്പിക്സ് പഠിക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. നല്ല രീതിയിൽ നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഇത്തിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പഠിച്ചിട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആയാലും ഈസി ആണെങ്കിലും നമുക്ക് ഒരേപോലെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഡോക്യുമെന്റ് നിങ്ങൾ ഈ പറയുന്നത് നമ്മളുടെ പവർ സർക്കിളായ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ പേരാണ് പവർ സർക്കിൾ, അതിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ സിലബസിന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൗ ടു അപ്രോച്ച് ദി ഇലക്ട്രിക്കൽ സിലബസ്. അപ്പോൾ ഏതൊരു സിലബസിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കുക, സിലബസ്, PYQs, ഡിപ്ലോമ ലെവൽ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. PYQസിൽ നിന്നും സിലബസിൽ നിന്നും നമുക്ക് ഏറെക്കുറെ എത്രത്തോളം പഠിക്കണം, എത്ര ലെവൽ വരെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വരും. ക്ലിയർ ആണോ? അതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ തവണത്തെ PYQ ആണ്, അത് തന്നെ ഇപ്പോഴും വരില്ല, ഇപ്പോഴും വരും. അതേ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി എന്നൊരു ചിന്ത ഒരിക്കലും മനസ്സിൽ വെക്കരുത്. എപ്പോഴും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റു ചോദ്യങ്ങളും കൂടി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസും
എക്സ്ട്രാ പ്രാക്ടീസ് സെഷൻസും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഡിപ്ലോമ ലെവൽ എക്സ്പെക്റ്റഡും കൂടി പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സിലബസും PYQും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കുക, സബ്ജക്ട്സ്, ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് സിലബസിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ PYQസിൽ നിങ്ങൾക്ക് എത്ര കോൺസെപ്റ്റ്, എത്ര ലെവലിൽ ഏതൊക്കെയാണ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്, ഏരിയാസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ ടൈപ്സ് മനസ്സിലാവും. മറ്റുള്ള അതർ PSC ക്വസ്റ്റ്യൻസ്, അതർ PSC ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെവൽ, ഈ പറയുന്ന പോലെ നാഷണൽ ലെവൽ എക്സാംസിലൊക്കെ വരുന്ന മറ്റ് ഡിപ്ലോമ ലെവൽ എക്സാം, അതായത് RRBJക്ക് പഠിക്കുമ്പോഴാണെങ്കിലും SSC JEയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. KCB സബ് എഞ്ചിനീയറിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. KCB സബ് എഞ്ചിനീയർ പഠിക്കുമ്പോഴും തിരിച്ച് നിങ്ങൾ RRBJയുടെയും അതുപോലെ തന്നെ SSCയുടെയും ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവീസിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ട് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ KCB സബ് എഞ്ചിനീയർ വരുമോ എന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താണ്, ആ ക്വസ്റ്റ്യൻസിന്റെ 1 മന്ത് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതെന്നുള്ളത്. ചില സെലക്ടഡ് ചോദ്യങ്ങൾ ഗേറ്റിന്റെ ആണെങ്കിലും എഞ്ചിനീയറിംഗ് സർവീസ് ക്വസ്റ്റ്യൻസിന്റെ ആണെങ്കിലും സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അതിൽ നിന്ന് 5-10 ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ KCBക്കൊക്കെ വരുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിച്ചതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ കുട്ടികളെല്ലാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റിയത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടും ഇത്തിരി കൂടുതൽ പഠിക്കണമെന്നൊക്കെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം എത്ര ഹൈ ലെവൽ വന്നാലും ലോ ലെവൽ വന്നാലും നമുക്ക് ഒരു പേടിയില്ലാതെ എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്സും സബ് ടോപ്പിക്സും സിലബസിൽ നിന്ന് കിട്ടും. അതുപോലെ PYQസും മനസ്സിലാക്കി PYQസിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും ഏതൊക്കെയാണ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സും, കാരണം നമ്മൾ ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും. ഈ സ്റ്റഡി സ്ട്രാറ്റജി വെച്ച് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ക്ലാസ്സിൽ തന്നിട്ടുള്ള ക്ലാസ് വീഡിയോസ് ആണെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മൾ തരുന്ന എക്സ്ട്രാ ആഡ് ഓൺ മെറ്റീരിയൽസ് ആണെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ എന്തിന് എന്നുള്ളത് ആലോചിക്കരുത്. ഇനി വീണ്ടും ഞാൻ RRBJയിലേക്ക് വരാം. RRBJയിലെ രണ്ടാമത്തെ ടയറിലാണ്, CBT 2ലാണ് നമുക്ക് എന്തുള്ളത്, ടെക്നിക്കൽ ഉള്ളത്. അപ്പോൾ CBT 2 ബാക്കിയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ വ്യക്തമായിട്ടുള്ള അനാലിസിസ് നോൺ ടെക്നിക്കലിലെ മാഷുമാർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ എബിലിറ്റീസ് ആയ നമ്മുടെ ഇലക്ട്രിക്കലിൽ വരുന്ന 100 ചോദ്യങ്ങളെ കുറിച്ചാണ്. 100 മാർക്കാണ്. ഞാനതിൽ 100 ചോദ്യങ്ങൾ 100 മാർക്കാണ് കേട്ടോ. അപ്പോൾ മൊത്തം 150 മാർക്കാണ്. 120 മിനിറ്റ് ആണ് നമുക്കുള്ളത്. ആ 100 മാർക്ക് തന്നെയായിരിക്കും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏത് പോസ്റ്റിലേക്കായിരിക്കും അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ തീരുമാനിക്കപ്പെടുന്നത് ആ 100 മാർക്ക് തന്നെയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കുക. പിന്നെ ഈ 100 മാർക്ക് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ കുട്ടികളെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ നമ്മുടെ ഓൾറെഡി എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ പഠിക്കുന്നത് ഒന്നും തന്നെ വേസ്റ്റ് ആവുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന നോൺ ടെക്നിക്കൽ നിങ്ങൾക്ക് ഇവിടെയും ഉപകാരപ്പെടും. RRBയുടെ തന്നെ മറ്റ് നോൺ ടെക്നിക്കൽ എക്സാംസ് ഉണ്ട്, സെക്ഷൻ കൺട്രോളർ എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് NTPC എക്സാംസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ജൂനിയർ എഞ്ചിനീയർ KCB സബ് എഞ്ചിനീയർ അതേ ലെവലിൽ വരുന്ന അതേ റെപ്യൂട്ടേഷനുള്ള അതിൽ ഒരുപക്ഷെ കേരള PSCയേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന ജോലികളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ ടെക്നിക്കൽ പഠിക്കുന്നത് നിങ്ങൾക്ക് RRBJയോടൊപ്പം തന്നെ SSC JEക്ക് ഉപകാരപ്പെടും, KCB സബ് എഞ്ചിനീയർ ഉപകാരപ്പെടും. അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാം, നിങ്ങൾക്ക് BTech ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് നിങ്ങൾക്ക് ഈ ബേസ്, ഈ ഫൗണ്ടേഷൻ ഉപകാരപ്പെടും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക. ഇനി അടുത്ത ഞാൻ പറഞ്ഞത് CBT 2ന്റെ നമ്മുടെ സിലബസ്, ഇലക്ട്രിക്കലിന്റെ സിലബസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ സിലബസ് എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ക്ലാസ്സസിൽ കവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഷീറ്റിലും ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇത്രയും ടോപ്പിക്സ് ഉണ്ട് ഇതിൽ തന്നെ. ഞാൻ എന്തിനാണ് ഇത് കാണിക്കുന്നത്, ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് ബോറിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ നോക്കാന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഈ സിലബസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത്. ഇതിൽ തന്നെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതാണ് എൻ്റെ ജോലി. കാരണം ഈ സിലബസ് വായിക്കുക എന്നുള്ളതല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സിലബസിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്ട് വൈസ് വെയിറ്റേജ് ഒന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷീറ്റ് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തുകൊള്ളുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നോക്കുക. ഇതാണ് കേരള PSCയുടെ ഡിപ്ലോമ ലെവൽ സിലബസ്. ഞാൻ നേരത്തെ കാണിച്ചത് കണ്ടോ, നേരത്തെ കാണിച്ചത് എന്തായിരുന്നു, നമ്മളുടെ RRBJയുടെ കറക്റ്റ് തന്നിട്ടുള്ള ഒഫീഷ്യൽ നോട്ടീസിൽ തന്നിട്ടുള്ള സിലബസ് ആണ് ഞാൻ ഈ കാണിച്ചത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കേരള PSCയുടെ ഡിപ്ലോമ ലെവൽ സിലബസ് ആണ് ഈ കാണിക്കുന്നത്. നോക്കുക, അവിടെയും 10 മോഡ്യൂളുണ്ട്. ഓരോ മോഡ്യൂളിനും 10 മാർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ഇലക്ട്രോണിക്സ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നൊക്കെ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ കേരള PSCക്ക് വരാറുണ്ട്. ഇത് RRBJക്ക് ഇല്ല. ഇനി ഇതിങ്ങനെ നമ്മൾ ടോപ്പിക് വൈസ്, അതായത് മൈക്രോ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ KCB സബ് എഞ്ചിനീയറിന് ഏകദേശം 30ഓളം സബ് ടോപ്പിക്സ് ഉണ്ടെന്ന് പറയാം. അതിൻ്റെ ഏറെക്കുറെ ഒരു 70
70-80% ആർക്കുള്ളൂ ഈ പറയുന്ന നമുക്ക് ജൂനിയർ എഞ്ചിനീയർ സിലബസിന് ഉള്ളൂ. അതായത് 18ഓളം സബ് ടോപ്പിക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം തന്നെ നമുക്ക് KCBക്കാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. എന്താണ് കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. RRB JEE ആണ് ആദ്യം വരുന്ന എക്സാം എങ്കിൽ ഞാൻ എന്താണ് RRB JEEക്കുള്ള മെയിൻ ടോപ്പിക്സ് ഏറ്റവും വൃത്തിയായി പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടി പഠിക്കാനായിട്ട്. ഇനി KCB സബ് എഞ്ചിനീയർ അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിന്റെ കൂടെ ഈ പഠിച്ചതിന്റെ കൂടെ ഇതും കൂടി ബാക്കിയുള്ള എക്സ്ട്രാ ടോപ്പിക്സും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ഇതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊരു എക്സാം പ്രിപ്പറേഷനിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോംവർക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ഞാൻ പറയുന്ന പോലെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓൾറെഡി അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഓരോ ടോപ്പിക്സിനും വെയിറ്റേജ് കൂടുതൽ ഏതാണെന്നൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ആ അനാലിസിസ് ഞാൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ആ അനാലിസിസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഹൈ വെയിറ്റേജ് ഏരിയാസ്, ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് മനസ്സിലാക്കുക. ഇനി അതുപോലെ നമുക്ക് ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, റാങ്ക് ലിസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ മാർക്ക് എത്രയാണ്, അപ്പോൾ എത്ര മാർക്ക് വേണം CBT 1 ക്വാളിഫൈ ചെയ്യാൻ, എത്ര മാർക്ക് വേണം CBT 2 ക്വാളിഫൈ ചെയ്യാൻ, റാങ്ക് ലിസ്റ്റിൽ എത്ര വരെ പോയി, എത്ര വരെ ഉള്ളവർക്കാണ് അപ്പോയിന്റ്മെന്റ് പോയത്, ഈ കാര്യങ്ങളെല്ലാം RRB JEE ആണെങ്കിലും കേരള PSC ആണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ പ്രായമുള്ളവർ മാത്രമല്ല, ഇതിനു മുമ്പ് ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ സീനിയേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എങ്ങനെയാണ് അവർ പഠിച്ചത്, എന്തായിരുന്നു അവരുടെ പ്രിപ്പറേഷനിലെ പാകപ്പിഴകൾ, അല്ലെങ്കിൽ എന്തായിരുന്നു അവർ പ്രിപ്പറേഷനിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ, ഇതെല്ലാം അവരോട് ചോദിക്കുക. ഈഗോ വിചാരിക്കരുത്. കാരണം അവർ ഓൾറെഡി ഈ തെറ്റുകളെല്ലാം ചെയ്ത് അവരുടെ തെറ്റുകൾ അവർക്കറിയാം. അത് നിങ്ങളും കൂടി അത് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഫസ്റ്റ് ട്രയലിൽ തന്നെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റും. കാരണം നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന്, നമ്മളുടെ തെറ്റിലൂടെ പഠിച്ച് കൊണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. പക്ഷെ അവിടെ ടൈം കുറേ പോകും. മറ്റൊന്ന് മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് നമ്മുടെ പ്രിപ്പറേഷനിൽ വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രിപ്പറേഷനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടി മികവുറ്റ രീതിയിൽ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാം. ഇത് രണ്ടിൽ ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. ഇനി സീനിയേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഇല്ല എങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് കുട്ടികളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ പറയുന്ന 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പറയുന്ന ജോലിയിലേക്ക് എത്തിയവരാണ്. അപ്പം അവരുടെ ഇൻ്റർവ്യൂസ് കാണുക. അത് ചിലപ്പോൾ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കുത്തിക്കയറ്റി അത് ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ ഷെയർ ചെയ്യുക. അതൊന്ന് കണ്ടേക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ട്രഗിൾസ്, ഈ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാവർക്കും കോമൺ ആണ്. അത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതും കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തി. കാരണം ഇതിൻ്റെ ഇടയിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാർക്ക് കുറവായിരിക്കും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതിൽ നിന്ന് മുന്നേറി പോവുക, ആ തെറ്റുകൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏതൊരു എക്സാം പ്രിപ്പറേഷനിലും നിങ്ങളെ വിജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഏറ്റവും നല്ല മെറ്റീരിയൽ നോക്കി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ബുക്ക് നേരിട്ട് പൈസ കൊടുത്ത് വാങ്ങുക. അവിടെ ലാഭം വിചാരിക്കരുത്. അവിടെ ഈ പറയുന്ന ക്വാളിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ അടുത്ത 20, 30, 35 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന 1-2 വർഷത്തെ പഠിത്തം. അതിന് ഏറ്റവും നല്ല മെറ്റീരിയൽ ചൂസ് ചെയ്യുക, ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിലുള്ള ബുക്സ് വാങ്ങി അതിൽ നിന്നുള്ള നോട്ട്സ് എഴുതി ഓരോ ഇതിനും ബുക്സ് വാങ്ങി അതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്കായിരിക്കും റിസൾട്ട് കിട്ടുക. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഹോംവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്ത് പഠിക്കണം എന്നുള്ളത്, കോർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കുക. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ബേസിക്സ് ആദ്യം പഠിക്കുക. അതിനുശേഷം പയ്യെ ഒരു സബ്ജക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഒന്നിലധികം സബ്ജക്ട്സ് പാരലൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസും ലെവലും പാറ്റേണും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് പഠിക്കാൻ തുടങ്ങുക. ഇൻറ്റൻസീവായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നിലധികം കോർ സബ്ജക്ട്സ് പഠിക്കണം. പാരലായിട്ട് അതിന് നേരത്തെ പഠിച്ചതിൻ്റെ റിവിഷൻ നടത്തുക, ടെസ്റ്റ് സീരീസ് എഴുതുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഏതൊരു പ്രിപ്പറേഷൻ്റെയും ഈ പറയുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, ഞാനിവിടെ സബ്ജക്ട് വൈസ് വെയിറ്റേജ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 2025-ലെയും 2019-ലെയും വെയിറ്റേജ് വൈസ് സബ്ജക്ട് വൈസ് ഉള്ള വെയിറ്റേജ് ഞാൻ ഇവിടെ ടേബിൾ ആക്കി കാണിച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ ബേസിക് കോൺസെപ്റ്റ്സ്, സർക്യൂട്ട് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റ്സ്, അതിൽ നിന്ന് ഓരോ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്ന മാർക്സ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഏറെക്കുറെ അടുത്തടുത്ത് നിൽക്കുന്ന മാർക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ആവറേജ് ഒരു 27 മാർക്സ് ഈ ബേസിക് സബ്ജക്ട്സിൽ നിന്ന് മാത്രം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ വെയിറ്റേജ് ആണ്. KCB സബ് എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓരോ മോഡ്യൂളിലും 10 മാർക്കുണ്ട്, ഏറെക്കുറെ അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക. പക്ഷേ RRBയിൽ അങ്ങനെ സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും തന്നെ സിലബസിൽ പറഞ്ഞിട്ടില്ല. ഒരു സബ്ജക്റ്റിന് എത്ര മാർക്ക് വേണോ
ചോദിക്കാം, ചോദിക്കാതിരിക്കാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കാം, ഈ ഷിഫ്റ്റിൽ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നത്. കാരണം ഇവിടെ 8 മാർക്കാണ് സർക്യൂട്ട് ലോ എന്ന് ചോദിച്ചത്, പക്ഷേ സെക്കൻഡ് ഷിഫ്റ്റിൽ 1 മാർക്കേ ചോദിച്ചോളൂ. തേർഡ് ഷിഫ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നടത്തിയത്, അതായത് ഇത് ഈ ഷിഫ്റ്റ് 2 ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ 4th ജൂണിലേക്ക് എക്സാം മാറ്റിയത്. അതിന് 5 മാർക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, എല്ലാം വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കാണരുത്, ഒന്നിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണ്ട. എന്താണ്, എല്ലാത്തിനെയും ഒരേ രീതിയിൽ പഠിച്ചിട്ട് പോവുക. കാരണം ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് വെയിറ്റേജ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കുക, ഏറെക്കുറെ 27 മാർക്സ് ആണ് ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സിൽ നിന്ന് സാധാരണ രീതിയിൽ ചോദിക്കാറ്. ഇനി മെഷർമെന്റ്സിൽ നോക്കിയേ, ഏറെക്കുറെ 4 to 8 മാർക്സ്. ചില ഷിഫ്റ്റിലാണെങ്കിൽ 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, 6 മാർക്ക് 2 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. ഇത് മാറിയും തിരിഞ്ഞും വരും. അതിൻ്റെ അർത്ഥം മെഷർമെന്റ്സ് ഇത് ഇവിടെ 2 മാർക്ക് എന്ന് കണ്ടിട്ട് മെഷർമെന്റ്സ് സ്കിപ്പ് ചെയ്തത്. കാരണം ചില ഷിഫ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഷിഫ്റ്റ് ചിലപ്പോൾ മാർക്ക് കൂടുതൽ വന്നേക്കാം. അതുകൊണ്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരേപോലെ വൃത്തിയായി പഠിച്ചിട്ട് പോവുക. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ മെഷീൻസും സിങ്ക്രണസ് മെഷീൻസും നോക്കിയേ, ആവറേജ് 25 മാർക്സ് ചോദിക്കാറുണ്ട് ഓരോ ഷിഫ്റ്റിലും. കണ്ടോ, ഏറെക്കുറെ ഇത് എപ്പോഴും കൂടുതലാണ്. കാരണം ഞാൻ എൻ്റെ കോർ സബ്ജക്ട്സിന്റെ വെയിറ്റേജ് വെച്ച് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് പവർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതിലും ഏറെക്കുറെ 10 to 15 മാർക്സ് ചോദിക്കാറുണ്ട്. 8 മാർക്ക്, ചില ഷിഫ്റ്റിൽ 18 മാർക്ക്, ചില ഷിഫ്റ്റിൽ 23 മാർക്ക് വരെയും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് 2025 അനാലിസിസ് വെച്ചിട്ടാണ്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഇലക്ട്രിക്കൽ എനർജി, ബേസിക് ഇലക്ട്രോണിക്സ്, അതിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ, ഓരോ തവണയും ഓരോ രീതിയിലാണ് വരുന്നത്. ചില ഷിഫ്റ്റിലൊക്കെ ഇവിടെ 10 മാർക്ക് ഉണ്ട്, അതിന്റെ ഡബിൾ ആണ് ഈ ഷിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇത് 1 to 2 മാർക്സ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂട്ടിലൈസേഷൻ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് വേണമെങ്കിലും അതെടുക്കാം, അത് പവർ സിസ്റ്റത്തിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഇടുമ്പോൾ 1 to 2 മാർക്സ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ ടാലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 മാർക്ക് എന്നായിരിക്കും, ചിലപ്പോൾ 100 മാർക്കിനേക്കാൾ 1-2 മാർക്ക് കൂടുതൽ വന്നേക്കാം. അതിന്റെ റീസൺ ഞാൻ മനഃപൂർവ്വം ഇട്ടേക്കുന്നതാണ്. കാരണം ചില സബ്ജക്ട്സ് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് 2 സബ്ജക്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏറെക്കുറെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇത് 2025 ഷിഫ്റ്റിന്റെ മാത്രമാണ്. ഇതേപോലെ തന്നെ 2019 ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടിട്ടുണ്ട്. നോക്കുക, 19 ഏറെക്കുറെ ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 27 മാർക്കാണ് ആവറേജ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മെഷീൻസിന്റെ ഏറെക്കുറെ 22 മാർക്സ് ആണ് ആവറേജ് വന്നിരിക്കുന്നത്. ജനറേഷൻ, ട്രാൻസ്മിഷന്റെയും ഏറെക്കുറെ 9 to 10 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2019 നടന്ന എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ, ബേസിക് ഇലക്ട്രോണിക്സ്. ഇവിടെ ബേസിക് ഇലക്ട്രോണിക്സിൽ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് 10, 9, 10, 11, 12 ആ ഒരു റേഞ്ച് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2025 നോക്കുമ്പോൾ കണ്ടോ, വെയിറ്റേജ് എന്ന് പറയുന്നത് 19 മാർക്കിന് വരെ വന്നിട്ടുണ്ട്. ഇത് 2025 19 മാർക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും മാറി തിരിഞ്ഞു വരാം. അങ്ങനെ ഒരു നിർബന്ധമില്ല ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം ഒരേപോലെ വൃത്തിയായി ഭംഗിയായി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തൂടെ. എന്തൊക്കെയാണ് കോർ ഫോക്കസ് ചെയ്യേണ്ടത് ഏരിയാസ് എന്ന്? ഒന്ന് മെഷീൻസ്, ഒരുപാട് ചോദ്യങ്ങൾ, അതായത് 25, 26 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 28, 29 ചോദ്യങ്ങൾ ചില ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. മെഷീൻസ് ഭംഗിയായി പഠിച്ചിട്ട് പോവുക. AC സർക്യൂട്ട്സിൽ നിന്ന്, അതായത് ബേസിക് കോൺസെപ്റ്റ്സും AC സർക്യൂട്ട്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ പവർ സിസ്റ്റത്തിൽ നിന്ന് വരാറുണ്ട്, ഇലക്ട്രോണിക്സിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈ വെയിറ്റേജ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മെഷീൻസും ബേസിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സും AC സർക്യൂട്ട്സും, അതിനുശേഷം പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ്. ഇത്രയാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം ഈ പറയുന്ന നമുക്കൊരു 5 മുതൽ 10 മാർക്ക് വരെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. മെഷർമെന്റ്സ്, അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, മെഷർമെന്റ്സ്, ഇതെല്ലാം എന്താണ് ഈ പറയുന്ന പോലെ ഒരു 8 മുതൽ അല്ലെങ്കിൽ 5 മുതൽ 10 മാർക്ക് വരെ വരാം. പക്ഷേ ഈ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഭംഗിയായി 100 ഇതിൽ ചോദിക്കുന്ന 100% നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി കഴിഞ്ഞ ചോദ്യത്തിന്റെ ഒരു നിലവാരം നോക്കുകയാണെങ്കിൽ നോക്കുക, തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്, ഡയറക്റ്റ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഏകദേശം 42 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു RRBJയുടെ കാര്യമാണ്. ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ RRBJയ്ക്ക് കുറവാണ്. പക്ഷേ കഴിഞ്ഞ 2025-ലെയും 24-ലെയും ക്വസ്റ്റ്യൻ പേപ്പർ കണക്കിലെടുക്കുകയാണെങ്കിൽ 2019 കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് SSC JEയോട് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ SSC JEയുടെ അത്രയൊന്നും ഒരിക്കലും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭാവിയിൽ വന്നുകൂടായിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭംഗിയായി തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക, ഒരൊറ്റ തവണ പഠിക്കുക. ഇനി ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് ഒരു 15% ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 15%, ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 20% അടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇതായിരുന്നു ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഇനി അടുത്തത് നോക്കുക, സിലബസ് യൂണീക് ടു KCB, അതായത് KCBയുടെ സബ് എഞ്ചിനീയറിന് മാത്രമുള്ള സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. RRBJയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വരാറില്ല. അതിൽ ഏതൊക്കെയാണ് പ്രധാനമായി എടുത്ത് പറയേണ്ടത്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, കാരണം ഇതിൽ RRBJയുടെ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ KCBയുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുമുണ്ട്. അതാണ് ഒന്ന്. ഇലക്ട്രോളിസിസ്, വെൽഡിംഗ് ആൻഡ് ഹീറ്റിംഗ് ആൻഡ് ബ്രേക്കിംഗ്, ഇലക്ട്രിക്കൽ മെഷീൻസിൽ തന്നെയുള്ള ന്യൂമറിക്കൽ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്,
പവർ സിസ്റ്റംസിൽ തന്നെ കുറച്ച് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വരാറില്ല. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ തന്നെയുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്സ് വരാറില്ല. പക്ഷേ ഇതെല്ലാം KCB വരും. ഇതെല്ലാം എവിടെ വരാറില്ല? RRB JEE വരാറില്ല. ഇതെല്ലാം തന്നെ RRB JEE വരാത്ത ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത ടോപ്പിക്സ് ആണ്. ഇതെല്ലാം KCB സബ് എഞ്ചിനിൽ മാത്രം അടങ്ങുന്ന ടോപ്പിക്സ് ആണ്. ഇനി KCB സബ് എഞ്ചിനിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഓപ്പാംസ് എല്ലാം നമ്മൾ KCB സബ് എഞ്ചിനിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ്. പക്ഷേ ഇതിൽ നിന്നൊന്നും തന്നെ RRB JEE ചോദ്യങ്ങൾ വരാറില്ല. ഇനി പവർ ഇലക്ട്രോണിക്സ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വരുന്നത് KCB സബ് എഞ്ചിന് അല്ലെങ്കിൽ ഡിഗ്രി എക്സാംസിനാണ്. RRB JEE ഈ ഏരിയയിൽ ഇതുവരെയും അങ്ങനെ ചോദ്യങ്ങൾ കാണാറില്ല. ഇനി മൈക്രോ പ്രോസസർ സിലബസിലില്ല, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇല്ല, സ്പെഷ്യൽ FHP മെഷീൻസ്, ഫ്രാക്ഷൻ പവർ മെഷീൻസ്, സ്റ്റെപ്പർ, ഷെയ്ഡഡ് പോളർ, റിലക്ടൻസ്, യൂണിവേഴ്സൽ ടൈപ്പ് മെഷീൻസ് ഒന്നും തന്നെ എന്തിലില്ല? RRB JEE സിലബസിലില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ KCB സബ് എഞ്ചിനീയറിന് വേണ്ടി അല്ലെങ്കിൽ കേരള PSCയുടെ ഡിപ്ലോമ എക്സാംസിന് വേണ്ടി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മെഷീൻസിൽ തന്നെ ഇതെല്ലാം മെഷീൻസിലുള്ള ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ മെഷീൻസ് ആയിക്കോട്ടെ, ഫ്രാക്ഷണൽ HP മെഷീൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആയിക്കോട്ടെ, മൈക്രോ കൺട്രോളേഴ്സ് ആയിക്കോട്ടെ, പവർ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് KCB സബ് എഞ്ചിനീയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരള PSCയുടെ ഡിപ്ലോമ സിലബസിനാണ്. അതല്ലാതെ നമുക്ക് RRB JEE ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 1-2 ചോദ്യങ്ങളൊക്കെ ചില ഷിഫ്റ്റിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെജോറിറ്റി കോർ ഏരിയാസിന് എപ്പോഴും ഊന്നൽ കൊടുത്ത് പഠിക്കുക. കാരണം അത് KCBക്ക് ആണെങ്കിലും RRB JEE ആണെങ്കിലും ഇത് കോമൺ ആണ്. അതിൽ നിന്ന് തന്നെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരാറുള്ളത്. ഇനി യൂണിക് ടു RRB JEE സിലബസ്, അതായത് RRB JEE സിലബസിൽ മാത്രം അടങ്ങുന്ന 1-2 ടോപ്പിക്സ് ഉണ്ട്. അതായത് RRB JEE ആഡോൺസ്, അപ്ലൈഡ് ബാർ പ്രാക്ടിക്കൽ ഏരിയസ്, അതായത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിലെ ചില ചോദ്യങ്ങൾ, പ്രൊട്ടക്ഷൻ സ്കീംസ്, ഫോൾട്ട് അനാലിസിസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ RRB JEEക്ക് മാത്രം വരുന്ന ചില ഏരിയാസ് ആണ്. ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇതിൽ നിന്ന് വരാറില്ല. പക്ഷേ അഗെയിൻ KCB സബ് എഞ്ചിനീയർ ആണെങ്കിലും ഇതിൽ നിന്ന് വന്നുകൂടായികയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്റ്റീവായിട്ട് കോംപ്രിഹെൻസീവായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് RRB JEE എക്സാമിന് പോകുമ്പോൾ ഇതിലുള്ള മെയിൻ ടോപ്പിക്സ് മാത്രം അല്ലെങ്കിൽ ഇതിലുള്ള വെയിറ്റേജ് നോക്കി ആ ടോപ്പിക്സിന് ഒന്നും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്ത് പോവുക. KCB സബ് എഞ്ചിനീയർ വരുമ്പോഴത്തേക്കും ആ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഏത് ഇലക്ട്രിക്കൽ ടെക്നിക്കൽ സിലബസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, ഫൗണ്ടേഷൻ നന്നായിട്ട് ബിൽഡ് ചെയ്യുക. കോൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാക്കാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഇല്ല. നമുക്ക് മറ്റ് സബ്ജക്ട്സ്, മറ്റ് ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കുറേയൊക്കെ ഏരിയാസ് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഗേറ്റ് പോലൊരു എക്സാം ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വാസ്റ്റ് ലെങ്തി ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഇലക്ട്രോണിക്സ് സ്ട്രീമിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാതെ ഈ പരീക്ഷകളൊന്നും തന്നെ ക്വാളിഫൈ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഫൗണ്ടേഷൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. കോൺസെപ്റ്റ് നന്നാക്കി പഠിക്കാനായിട്ട് ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് റെഫർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന കാര്യം. ഏറ്റവും ഭംഗിയായി ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സിലബസും അതുപോലെ തന്നെ കോൺസെപ്റ്റും കവർ ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ്, CTQ സെഷൻസും RTQ സെഷൻസും ഉണ്ട്. റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസും, അതും ഈ പറയുന്ന പോലെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അതിനോടൊപ്പം തന്നെ PYQs, അതായത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ഈ പറയുന്ന എക്സാംസിന് കൂടുതലായി വരാറുള്ളത്, അതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എക്സാമിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ട സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട് നമുക്ക് PYQ സീരീസ് അല്ലെങ്കിൽ PYQ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസ്, അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാക്ടീസ്. എന്തൊക്കെ നോളജ് ഉണ്ടെങ്കിലും അത് മിനിമം സമയം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കി ആൻസർ ഷീറ്റിലാക്കി നമ്മുടെ OMRലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ടെസ്റ്റിലോ ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. ടെസ്റ്റ് സീരീസ് ഡേ 1 മുതൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. 150-ലേറെ ടെസ്റ്റുകൾ നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ KCBക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ RRB JEE കോഴ്സിലായിക്കോട്ടെ, ഒരുപാട് ടെസ്റ്റുകൾ, അതെല്ലാം വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിപ്പയറിംഗ് RRB JEE എന്താണ്? നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും വരുന്ന RRBയുടെ മറ്റ് എക്സാംസ്, അതായത് RRB NTPC ആയിക്കോട്ടെ, സെക്ഷൻ കൺട്രോളർ ആയിക്കോട്ടെ, അപ്പോൾ ആ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഈ നോൺ ടെക്നിക്കലിൻ്റെ പ്രിപ്പറേഷൻ എന്തായിരിക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ കേരള PSCയിൽ വരുന്ന ടെക്നിക്കൽ എക്സാംസ്, സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, BTech ഉള്ളവരാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്കൽ പാർട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഈ വീഡിയോയിൽ തന്നെ 3-ാമത്തെ 4-ാമത്തെ തവണയാണ് പറയുന്നത്, കോംപ്രിഹെൻസീവായി കളക്റ്റീവായിട്ട് പഠിക്കുക. എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ രീതിയിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് നമ്മുടെ പ്രിപ്പറേഷൻ ഈസി ആക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മൾ ക്യൂ കാർഡ്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ കോഴ്സിലൊക്കെ അപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കുക. സ്റ്റഡി സർക്കിളിലൊക്കെ അവൈലബിൾ ആണ്. സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന്, അതായത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് നമ്മൾ ആപ്പിൽ തന്നെ
നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആപ്പിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ആ നോട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് പഠിക്കാതെ ആ നോട്ട്സിലൂടെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അതും കൂടി ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ആദ്യം ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, സബ് ടോപ്പിക്സ് വ്യക്തമായി മനസ്സിലാക്കുക, കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ ആ ടോപ്പിക്സ് പഠിക്കുക. തിയറിയും ന്യൂമറിക്കലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങോട്ട് വരും. അത് IT ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ലെവൽ മാത്രമേ മാറുള്ളൂ. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അത് റിവ്യൂ ചെയ്യുക, അത് മനസ്സിലാക്കുക. അത് വച്ചുകൊണ്ട് നിങ്ങളുടെ നോട്ട്സ് ഡേ 1 മുതൽ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട്സ് ഉണ്ടാവണം. നോട്ട്സ് ഇല്ലാതെ പഠിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കുക, നിങ്ങൾ ഫെയിൽ ആവാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നോട്ട്സ് ഇല്ലാതെ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല കോമ്പറ്റേറ്റീവ് എക്സാമിന്. കാരണം ആ നോട്ട്സ് ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മിനിമം സമയത്ത് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ദയവ് ചെയ്ത് ഫസ്റ്റ് ദിവസം മുതൽ നിങ്ങൾ പഠിക്കുന്ന എല്ലാം ഒരു ഷോർട്ട് നോട്ടിലാക്കി മാറ്റുക. ആ നോട്ട് ഓരോ ദിവസം കഴിയും തോറും ട്രിം ചെയ്ത് വരിക. ഇതെങ്ങനെയാണ് നോട്ട് ട്രിം ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഇൻ്റർവ്യൂസൊക്കെ ഒന്ന് കാണുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം അടുക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് എഴുതാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയാം, അത് നടക്കാൻ പോകുന്നില്ല. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ ആഴ്ചയിൽ നിങ്ങൾ പരീക്ഷ എഴുതുക. പരീക്ഷയുടെ മാർക്കല്ല ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് വരുന്ന തെറ്റുകളാണ് ഇമ്പോർട്ടൻറ്റ്. അത് അടുത്ത ടെസ്റ്റിൽ വരാതിരിക്കുക. അത് മെയിൻ ടെസ്റ്റിലും മോക്ക് ടെസ്റ്റിലും പാർട്ട് ടെസ്റ്റിലും വരാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാവും. അതെന്ത് ചെയ്യുക, പാരലായിട്ട് തന്നെ റിവിഷൻ നടത്തുക. ആ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കൂടുതൽ സമയം കൊടുത്ത് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ ഏതൊരു ടെക്നിക്കൽ എക്സാമിനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് കവർ ചെയ്യുക, ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQസും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസും ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ ഇവാലുവേഷന് വേണ്ടി പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഏരിയാസും ഫോർമുലാസും ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഷോർട്ട് നോട്ടിൽ എഴുതി ക്വസ്റ്റ്യൻസിനെ ഓരോ തരത്തിൽ മാറ്റുക. ഫോർമുല വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ലോജിക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടൈപ്പ് ആയിരിക്കും. ആ ടൈപ്പ് ഇതെല്ലാം മാറ്റി വെച്ച് പഠിക്കുക. ഇതാണ് ഒരു ടെക്നിക്കൽ എക്സാമിന് പഠിക്കാനുള്ള ഏറ്റവും മികച്ച രീതി എന്ന് പറയുന്നത്. അത് RRB JEE മാത്രമല്ല, ACP സബ് എഞ്ചിനീയർ മാത്രമല്ല, ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് വൈസ് വെയിറ്റേജ് ആയിക്കോട്ടെ, സിലബസ് കമ്പാരിസൺ ആയിക്കോട്ടെ, സബ് ടോപ്പിക്സിൻ്റെ ഡിവിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് പോസ് ചെയ്താണെങ്കിൽ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട് അനാലിസിസ് എല്ലാം തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി ജോലി കഴിഞ്ഞു. അപ്പോൾ റാൻഡം ആയിട്ടുള്ള പഠിത്തം ആവശ്യമില്ല. എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നിങ്ങൾ മുന്നിൽ കാണേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എക്സാമിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പം തന്നെ നിങ്ങളുടെ 50 അല്ല, അത് നിങ്ങളുടെ മെജോറിറ്റി പ്രിപ്പറേഷനും അവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പഠിച്ചാൽ മാത്രം അത് ഈസിയാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പാട്. ഏറെക്കുറെ ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ് വീഡിയോസുമായിട്ടും അനാലിസിസ് വീഡിയോസുമായിട്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.